ഉമ്മാടെ ഗർഭാശയം പോലെ ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ചൂടുകൊള്ളുന്ന ഇറങ്ങി പുറത്തിരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ 6 വർഷക്കാലം ആർക്കും പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. 6 വർഷക്കാലം നല്ല ഭരണമാണ് നടത്തിയത്. 6 കൊല്ലം കഴിഞ്ഞപ്പോ മുനാഫിഖീങ്ങൾക്ക് ഉറക്കം കിടക്കലായി, മുനാഫിഖീങ്ങൾക്ക് പറ്റണില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അപവാദങ്ങൾ പറയാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ അഴിമതി ആരോപണം നടത്തി. അഴിമതി ആരോപണങ്ങൾ അതാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പരിപാടി തന്നെയല്ല, പെട്ടെന്ന് അഴിമതി ആരോപണങ്ങൾ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അഴിമതി ആരോപണം, സാമ്പത്തികമായി സമ്പത്ത് തന്റെ കുടുംബക്കാർക്ക് മാത്രം കൊടുക്കുന്നു എന്നൊരു ആരോപണം. രണ്ടാമത്തെ ആരോപണം കുടുംബക്കാർക്ക് അധികാരം കൊടുക്കുന്നു എന്ന വിഷയത്തിൽ. അപ്പൊ മുനാഫിഖീങ്ങൾ ഇങ്ങനെ ആരോപണങ്ങൾ പറയാൻ തുടങ്ങി. ഈ പുതിയ മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ കൂടെ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും പ്രശ്നം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും പല ഭാഗങ്ങളിലും നടക്കാൻ തുടങ്ങി. സത്യത്തിൽ ഇതൊക്കെ കള്ളമായിരുന്നു. മുനാഫിഖീങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ മൂന്നാമത്തെ ഖലീഫയാകാൻ യോഗ്യൻ അലിയാർ തങ്ങളാണ്. പക്ഷെ ഈ ഉസ്മാൻ തട്ടിപ്പറിച്ചതാണെന്ന് അവർ പറയുന്നത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ വലിയ ഒരു സംഘത്തെ ഇവർ ഒരുമിച്ച് കൂട്ടി, വലിയ പ്രതിഷേധങ്ങൾ തുടങ്ങി. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ചെയ്തിട്ടും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇവർക്ക് കീഴ്പ്പെടുന്നില്ല. എന്തെല്ലാം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇവർക്ക് അധികാരം വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങൾ ചരിത്രം എടുത്തു നോക്കുക. അങ്ങനെ പ്രതിഷേധങ്ങൾ വല്ലാതെ കൂടി 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 എന്ത് ചെയ്തിട്ടും ഉസ്മാൻ തങ്ങളെ ഇവർക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഇവര് പോയിട്ട് അവിടെയും പ്രതിഷേധങ്ങൾ തുടങ്ങി. ഇന്നും അങ്ങനെയൊക്കെ തന്നെയല്ലേ, അലങ്കോലപ്പെടുത്താൻ തുടങ്ങി പരിപാടികളൊക്കെ. യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. തന്റെ ജനങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ പല പ്രശ്നങ്ങളും ഇവരുണ്ടാക്കാൻ തുടങ്ങി. അവസാനം ചരിത്രം പറയുന്നു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ എന്ത് ചെയ്തിട്ടും അധികാരം വിട്ടുകൊടുക്കാതെ വന്നപ്പോൾ അവർ വീട് വളയാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീട് തടങ്കിലാക്കി. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ഇവര് വീട് വളഞ്ഞിരിക്കുകയാണ്. എങ്ങോട്ടും പോകാൻ അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ വല്ലാത്ത പ്രക്ഷോഭങ്ങൾ, വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ സ്വഹാബത്ത് കടന്നു വന്നു. സ്വഹാബികൾ കടന്നു വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, തങ്ങളെ യുദ്ധം ചെയ്യാനുള്ള അനുവാദം എന്താ? ഇവന്മാരെ മുഴുവനും ഞങ്ങൾ കാണിച്ചു തരാം, ഓടിക്കാൻ. യുദ്ധം ചെയ്യാനുള്ള അനുവാദം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരുത്തനെ വിടാതെ സർവ്വെണ്ണത്തിന് ഞങ്ങൾ തീർത്തു തരാം. ഒന്ന് സമ്മതിക്കും, നിങ്ങൾ ഒന്ന് അനുവാദം എന്താ? ഖലീഫയാണല്ലോ, അനുവാദം കൊടുക്കണം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ സമ്മതിക്കൂല. യുദ്ധം ഹറാമാണ് ഈ നാട്ടിൽ. എനിക്ക് വേണ്ടി ആരും യുദ്ധം ചെയ്യരുത്. ഇവരെന്ത് ചെയ്താലും നിങ്ങൾ അവരെ തുടരുത്. വന്നവരോട് പറയുകയാണ്, യുദ്ധം ചെയ്യരുത്. കാരണം അവർ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അപ്പൊ അവരെ ഞങ്ങൾ ഓടിക്കാം, തല്ലി ഓടിക്കാം, സമ്മതിക്കും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല, ഇത് ഹറാമാണ്. ഇവിടെ യുദ്ധം ഹറാമാക്കിയ നാടാ, ഒരുത്തനെയും തുടരുത്. എന്നാ അവര് പറഞ്ഞു, എന്നാ ഈ അധികാരം കള. ഇവർക്ക് അതല്ലേ വേണ്ടത്. ഈ അധികാരത്തിന് വേണ്ടിയല്ലേ ഇതെല്ലാം ഇവര് ചെയ്യുന്നത്. എന്തിനാ തൂക്കി വെച്ചിരിക്കണം? കൊടുക്ക്, ഈ അധികാരം വലിച്ചെറിയ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അധികാരം വിട്ടുകൊടുക്കൂല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അധികാരം വിട്ടുകൊടുക്കൂല. എനിക്ക് ആർത്തി കൊണ്ടല്ല, എനിക്ക് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായിരിക്കണമെന്നുള്ള ആർത്തി കൊണ്ടല്ല. എന്തുകൊണ്ടാണ് ഞാൻ അധികാരം വിട്ടുകൊടുക്കാത്തതെന്നറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, യാ ഉസ്മാൻ, ഇന്നഹു ലഅല്ലല്ലാഹ യുകമ്മിസുക ഖമീസാ ഫഇൻ അറാദുക അലാ ഖലീ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, ഉസ്മാനേ,
അല്ലാഹു നിനക്കൊരു കമീസ് ധരിപ്പിക്കും, അല്ലാഹു നിനക്കൊരു അധികാരം തരും, നിനക്ക് അല്ലാഹു ഒരു അധികാരം തരും. ആ അധികാരത്തെ തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ കടന്നു വരും. നീ വിട്ടുകൊടുക്കല്ലേ, നീ വിട്ടുകൊടുക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ നേരത്തെ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ അധികാരം നിനക്ക് റബ്ബ് അല്ലാഹു തരും, പക്ഷേ അത് തട്ടിപ്പറിക്കാൻ ജനങ്ങൾ വരും, അവരക്രമികളാണ്, നീ വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരുപാട് പ്രയാസം നീ അനുഭവിക്കേണ്ടി വരും, ഒരുപാട് പീഡനങ്ങൾ നീ അനുഭവിക്കേണ്ടി വരും, എന്നാലും നീ സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നേരത്തെ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു കൊടുത്തിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം അറിയുമോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന സ്വഹാബികൾ അവിടുന്ന് പടച്ചവനെ അവരിറങ്ങി പോവുകയാണ്. സങ്കടത്തോടു കൂടിയാണ് ഇറങ്ങിപ്പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ നിങ്ങളെ വീടിന്റെ വെളിയിലേക്ക് ഇറക്കുന്നില്ല, നിസ്കരിക്കാൻ പോലും പള്ളിയിൽ വിടുന്നില്ല, വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, എണ്ണ കൊടുക്കുന്നില്ല. ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്തേക്ക് ഒന്നും കടത്തിവിടാതെ തടയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾക്ക് 82 വയസ്സുണ്ട്, വൃദ്ധനായ മനുഷ്യനാണ്, വീടിന്റെ അകത്ത് പട്ടിണിയാണ്, കുടിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. അല്ലാഹുവേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നോമ്പ് പിടിക്കുകയാ. അവിടുന്ന് ബുധനാഴ്ച ദിവസം നോമ്പ് പിടിച്ചു. നോമ്പ് പിടിക്കുന്ന സമയത്ത് കഴിക്കാൻ ഭക്ഷണമില്ല, അന്ന് പട്ടിണി നോമ്പാണ് പിടിച്ചത്. ബുധനാഴ്ച വൈകുന്നേര സമയമായി, നോമ്പ് മുറിക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവേ, പച്ചവെള്ളം കുടിച്ചാണ് നോമ്പ് തുറന്നത്. റബ്ബേ, വ്യാഴാഴ്ച രാവിലെ നോമ്പ് പിടിച്ചു, കഴിക്കാൻ ഭക്ഷണമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. പടച്ചവനെ, കഴിഞ്ഞ ദിവസവും പട്ടിണി നോമ്പാണ്, വ്യാഴാഴ്ചയും പട്ടിണി നോമ്പാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പട്ടിണി നോമ്പ് പിടിച്ചിട്ട് നോമ്പ് പിടിക്കാനും നോമ്പ് മുറിക്കാനും ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വീടിന്റെ അകത്ത് തളർന്നു കിടക്കുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, ഭാര്യയ്ക്ക് സങ്കടമാവുകയാണ്. മഹദിയായ നായില ബീവി റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്ത് കിടക്കുന്നത് കണ്ടപ്പോ അവളൊന്ന് ചിന്തിച്ചു, നോമ്പ് മുറിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. വെള്ളമെടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ശത്രുക്കളോട് ചോദിക്കുന്നു, ഇത്തിരി വെള്ളം കുടിക്കാൻ എടുക്കാനാണ്. ഉസ്മാന് തങ്ങളെ പട്ടിണി നോമ്പാണ്, ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി, ഇത്തിരി വെള്ളം തരാനാണ്, ഇത്തിരി വെള്ളം എടുക്കുന്നതിന് വേണ്ടിയാ സമ്മതിക്കുമോ? ശത്രുക്കൾ കളിയാക്കുന്നു, നായിരാ, ഈ ഓടയിൽ കിടക്കുന്ന വെള്ളം കോരിയിട്ട് നിന്റെ ഭർത്താവിന് കൊടുക്കൂ. 35,000 വരുന്ന നാണയം കൊടുത്തിട്ട് മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ കിണർ വാങ്ങിക്കൊടുത്ത സ്വഹാബിയാ. മുനാഫിക്കീങ്ങളും പുതിയ മുസ്ലിമീങ്ങളും ഉണ്ടല്ലോ, നായില ബീവിയെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്, വീടിനകത്തേക്ക് തിരിച്ചു കയറ്റുകയാണ്. റബ്ബേ, വ്യാഴാഴ്ച വൈകിട്ട് നോമ്പ് മുറിക്കാൻ ഭക്ഷണമില്ല. ഉസ്മാൻ തങ്ങൾ അന്നും നോമ്പ് മുറിച്ചിട്ട് ഭക്ഷണം കഴിക്കാറില്ല. അങ്ങനെ പട്ടിണി കിടക്കുകയാണ്, അങ്ങനെ പട്ടിണി കിടക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് കിടക്കുന്നത് കണ്ടപ്പോ നായില ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, നായില ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 82 വയസ്സുള്ള ഉസ്മാൻ തങ്ങളുടെ ചാരത്തിരുന്നിട്ട് നായില ബീവി റളിയല്ലാഹു തആല അൻഹ കരയുമ്പോ ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നു, നായില, എന്തിനാ നീ കരയുന്നത്? ഇതെന്തൊരവസ്ഥയാ, ഇതെന്തൊരവസ്ഥയാ? ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ, നിങ്ങൾ പട്ടിണി നോമ്പാണല്ലോ, നിങ്ങൾ പട്ടിണിയാണല്ലോ, കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുന്നു, നായില, ആരാ
പറഞ്ഞത് ഞാൻ നോമ്പ് മുറിച്ചില്ലെന്ന്? എനിക്ക് പട്ടിണിയാണെന്ന് ആരാ പറഞ്ഞത്? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ ചാരത്ത് വന്നോ, അല്ലാഹുവിന്റെ റസൂൽ എന്റെ ചാരത്ത് വന്നോ, എനിക്ക് കുടിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ വായിലേക്ക് വെള്ളമൊഴിച്ചു തന്നോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഴാഴ്ച നോമ്പ് മുറിക്കാൻ കിടക്കുന്ന, പട്ടിണി കിടക്കുന്ന ഉസ്മാൻ തങ്ങളുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ വായിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുകയാ. എന്നിട്ട് റസൂലുള്ള എന്നെ വിരുന്നിന് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിരുന്ന് വിളിച്ചിട്ടാ പോയത്. എന്തേ പറഞ്ഞതെന്നറിയോ? റളിയല്ലാഹു തആല അൻഹു പറയുകയാ, റഅയ്തുൽ ബാരിഹ ഫഇന്നക മഫ്തൂറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ കുടിക്കാൻ വെള്ളം കൊടുത്തിട്ട് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാനേ, നാളെ നോമ്പ് തുറക്കുന്നത് ഞങ്ങളുടെ കൂടെയാ. നാളെ നോമ്പ് തുറക്കുന്നത് ഞാനും അബൂബക്കറും ഉമറും നീയും കൂടെ ഒരുമിച്ചിരുന്ന നാളെ നോമ്പ് തുറക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിരുന്ന് വിളിച്ചിട്ട് പോയിരിക്കുകയാണ്. ഈ പറഞ്ഞതിനർത്ഥം എന്തെന്നറിയോ? നാളെ മഗ്‌രിബിന് മുമ്പ് ഉസ്മാൻ തങ്ങൾ മരണപ്പെടുമെന്നാ. പടച്ചവനെ അവിടെ നിന്ന് മരണം പറഞ്ഞു കൊടുത്തു. ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്, ദുൽഹജ്ജ് 17. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല. ജുമുഅ നിസ്കരിക്കാൻ അവരെ സമ്മതിച്ചില്ല. പടച്ചറപ്പേ, ഉസ്മാൻ റളിയല്ലാഹു തആല അവിടുന്ന് തന്റെ അടിമയെ വിളിക്കുകയാണ്. അവിടുന്ന് തന്റെ അടിമയെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കമീസും പൈജാമയും കൊണ്ടുവരാൻ. പഠിക്കണം ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങളുടെ ജീവിതം കണ്ട് മലക്കുകൾ പോലും തലതാഴ്ത്തിയത് എന്തിനെന്നറിയോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഒരു കമീസും പൈജാമയും കൊണ്ടുവരാൻ. റബ്ബേ, ഉസ്മാൻ തങ്ങൾ കുളിക്കുകയാ. ഭാര്യയോട് യാത്ര പറയുകയാണ്. ഉസ്മാൻ തങ്ങൾ കുളിച്ചിട്ട് പടച്ചവനെ കമീസ് ധരിക്കുകയാ. ഉസ്മാൻ തങ്ങൾ പാൻറിടാറില്ല. ഉസ്മാൻ തങ്ങൾ പാൻറിടാറില്ല. പക്ഷേ ആദ്യമായിട്ട് ഉസ്മാൻ തങ്ങൾ പാൻറ് ധരിക്കുകയാണ്. നല്ലതുപോലെ മുറുക്കി കെട്ടുകയാ, അഴിഞ്ഞു പോകാതിരിക്കാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കമീസ് ഇട്ടിട്ട് അവിടുത്തെ പൈജാമ മുറുക്കി കെട്ടുകയാ. എന്തിനു വേണ്ടി എന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാ, സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ തങ്ങൾക്കറിയാ, ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന ശത്രുക്കൾ അല്പം കഴിഞ്ഞാൽ എന്റെ വീടിനകത്ത് കയറിയിട്ട് എന്നെ തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കുമല്ലോ. അവര് വീടിനകത്ത് കയറിയിട്ട് എന്നെ കൊല്ലുമല്ലോ. അവരുടെ ദേഷ്യം തീർക്കുമല്ലോ. ആ സമയത്ത് എന്റെ ഔറത്ത് വെളിവാകാൻ പാടില്ല. മുണ്ട് ധരിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവര് ശരീരം മുഴുവനും വെട്ടി കീറുമ്പോ എന്റെ ഔറത്ത് വെളിവാകുമല്ലോ. എന്റെ ഔറത്ത് നാട്ടുകാര് കാണുമല്ലോ. അത് കാണാതിരിക്കാൻ ഉസ്മാൻ തങ്ങൾ പാൻറിടുകയാ. പഠിക്കടാ ചെറുപ്പക്കാരാ. വയല് കഴിഞ്ഞ് മുണ്ട് മടക്കി കുത്തി റോഡിലൂടെ നടക്കുന്ന വാപ്പാ. 82 വയസ്സുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും തന്റെ ഔറത്ത് നാട്ടുകാരെ കാണരുത്. അതിനു വേണ്ടി പൈജാമ ധരിക്കുകയാണ്. പടച്ചവനെ ഉദുവെടുത്തു. ഭാര്യയോട് യാത്ര പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിക്കുകയാ. സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്തത്. സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്തത്. ഉസ്മാൻ തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് നിസ്കാരപ്പായിലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ച് ഓതാൻ തുടങ്ങി. അങ്ങനെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ വീടിന്റെ വാതിലിൽ തീയിടുകയാ. എന്നിട്ട് ഒരു
വീടിനകത്തേക്ക് കടന്നു വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കാരപ്പായിക്കകത്തിരിക്കുമ്പോ അവര് വീടിനകത്തേക്ക് കയറി വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ കയ്യങ്ങ് വെട്ടി മുറിക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വെട്ടാ പോകുമ്പോ അവിടെ കൈ ഇങ്ങനെ എടുത്തിട്ട് തടയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യങ്ങ് വെട്ടി മുറിക്കുകയാ. ഇത് കണ്ടുകൊണ്ട് നായിലാ ബീവി റളിയല്ലാഹു തആല അവിടെ നിന്ന് ഓടി വരികയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വെട്ടുന്നതിന് വേണ്ടി വാൾ ഉയർത്തുമ്പോ നായിലാ ബീവി റളിയല്ലാഹു തആല കേറി തടയുകയാ. നായിലാ ബീവിയുടെ രണ്ട് കൈകളും അവര് വെട്ടി മുറിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ മുന്നിലിട്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവർ വെട്ടുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യ പിടഞ്ഞ് താഴെ വീഴുകയാ. ശത്രുക്കള് വീടിനകത്ത് ഇരച്ചു കയറി. ഉസ്മാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വീടിനകത്തേക്ക് ശത്രുക്കള് കയറി വന്നു. ഉസ്മാൻ തങ്ങളുടെ താടിയിൽ ഒരു ചെറുപ്പക്കാരൻ പിടിച്ചിരിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ താടിയിൽ ഒരു ചെറുപ്പക്കാരൻ പിടിച്ചു. എന്നിട്ട് പിടിച്ചിങ്ങനെ കുലുക്കുമ്പോ ഉസ്മാൻ തങ്ങളുടെ തല ഉയർത്തി നോക്കിയാരാ എന്റെ താടിയിൽ പിടിച്ചിരിക്കുന്നതാരാ റബ്ബേ. നോക്കുമ്പോ ഉസ്മാൻ തങ്ങള് കരയുകയാ. തന്റെ താടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുലുക്കുമ്പോ ഉസ്മാൻ തങ്ങള് വിളിക്കുന്നു, മോനെ, എന്റെ കൂട്ടുകാരന്റെ മകനെ, എന്റെ കൂട്ടുകാരന്റെ മകനെ, നീ പിടിച്ചിരിക്കുന്ന ഈ താടിയുണ്ടല്ലോ, നീ പിടിച്ചിരിക്കുന്ന ഈ താടിയുണ്ടല്ലോ, നിന്റെ വാപ്പ ഒരുപാട് ഇഷ്ടപ്പെട്ടതാ. നിന്റെ വാപ്പ ഒരുപാട് ഇഷ്ടപ്പെട്ട താടിയിലാ നീ കയറി പിടിച്ചിരിക്കുന്നത്. ആരാ പിടിച്ചതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എപ്പോഴും ഉസ്മാൻ തങ്ങളുടെ താടിയെ കുറിച്ച് പറയുമായിരുന്നു. ഉസ്മാൻ തങ്ങളുടെ താടിയെ കുറിച്ച് പറയുമായിരുന്നു. വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ അബൂബക്കർ തങ്ങളുടെ മകനാണ് താടിയിൽ കയറി പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കുന്നത്. അന്ന് ശത്രുവിന്റെ കൂടെയാ. ഇത് പറഞ്ഞപ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ മകന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. ഇപ്പോഴാണ് തെറ്റു മനസ്സിലായത്. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇറങ്ങി പോകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല ഇവനെ വീടിനകത്തിട്ട് ശത്രുക്കൾ വെട്ടുകയാ. ഖുർആൻ വിട്ടില്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ അപ്പോഴും ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ പിടിക്കുകയാ. എന്നെ കഴുത്തിൽ വെട്ടുകൊണ്ടിട്ട് ഉസ്മാൻ തങ്ങളുടെ രക്തം ഇങ്ങനെ ഖുർആനിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ മുകളില് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ഇങ്ങനെ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ നോക്കുന്നു, റബ്ബേ, ഏതായത്തിന്റെ മുകളിലാ വീണത്, ഏതായത്തിന്റെ മുകളിലാ വീണത്. തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു, ഉസ്മാനേ, നിനക്ക് ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങൾ നിനക്ക് അനുഭവിക്കേണ്ടി വരും. നീ സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ നീ എന്റെ കൂട്ടുകാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. വീടിനകത്ത് ഇരച്ചു കയറിയ ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹു തആല അവിടെ നിന്ന് തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചു. മുസ്ലിമേ, ആ വിളക്കണയുകയാ. ഉസ്മാൻ തങ്ങൾ ശഹീദാവുകയാ. ഉസ്മാൻ തങ്ങൾ ശഹീദാവുകയാ. റബ്ബേ, കബറടക്കിയത് രാത്രിയിലാ. ആരും കാണാതെ മുസ്ലിമീങ്ങൾ എടുത്തു കൊണ്ടുപോയി ജന്നത്തുൽ ബഖീയുടെ വെളിയിലാ കബറടക്കിയത്. കാരണം പേടിയായിരുന്നു. ആ മയ്യത്ത് അവര് വികൃതമാക്കുമെന്ന് മുസ്ലിമീങ്ങൾക്ക് പേടിയായിരുന്നു. റബ്ബേ, ജന്നത്തുൽ ബഖീയുടെ വെളിയിലാണ് കബറടക്കിയതെങ്കിലും ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ അറിയണം ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി ആരെല്ലാം കൂടിയിട്ടുണ്ടോ? നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അവന്
മുഴുവനും ഭ്രാന്ത് പിടിച്ച് ചത്തുപോയെന്ന ചരിത്രം പറയുകയാ. ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ കൂടിയവർ മുഴുവനും പടച്ചവനെ അവർ കാഫിറായി പുഴുത്ത് ചത്തുപോയെന്ന ചരിത്രം പഠിപ്പിക്കുന്നു. അതാ കൊല്ലങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരു മനുഷ്യൻ ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞ് കരയുകയാ. ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞിട്ട് തവാഫിന്റെ വേളയിൽ കരയുകയാ. അവളെന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞ് കരയുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞതെന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നവരുടെ കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങൾ മരിച്ചു കിടന്നപ്പോ ഞാൻ മയ്യത്ത് കാണാൻ പോയി. ഉസ്മാൻ തങ്ങളെ മരിച്ചു കിടന്നപ്പോ ഞാൻ മയ്യത്ത് കാണാൻ പോയി. മരിച്ചു കിടക്കുന്ന ഉസ്മാനിന്റെ മുഖത്തിട്ടിരുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ഉസ്മാൻ തങ്ങൾ ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ഉസ്മാൻ തങ്ങൾ ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ആ സമയത്ത് ഈ മനുഷ്യൻ ഉസ്മാൻ തങ്ങളുടെ മുഖത്തടിച്ചിട്ട് പറഞ്ഞു, മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാ, മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തങ്ങളുടെ മുഖത്തേക്ക് കൈയെടുത്തടിച്ചു. തവാഫ് ചെയ്യുന്ന മനുഷ്യൻ തന്റെ കൈ കാണിച്ചിട്ട് പറയുന്നു, എന്റെ കൈയങ്ങുണങ്ങിപ്പോയി. മരിച്ചു കിടന്നപ്പോഴും ചിരിച്ച സ്വഹാബിയാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ജന്നത്തുൽ ബഖീയുടെ പുറത്തു കൊണ്ടുപോയി പാതിരാത്രിയിൽ കബറടക്കി. എങ്കിലും ഇന്ന് മദീനത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും മക്കളും കൂടപ്പുറപ്പുകളും സഹാബികളെ കിടക്കുന്ന അല്ലാഹുവേ, ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഉസ്മാൻ തങ്ങൾക്ക് ഉണ്ടായിരുന്ന ഗുണങ്ങൾ ജീവിതത്തിൽ പിൻപറ്റാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അവരൊക്കെ കിടക്കുന്ന സ്വർഗ്ഗം ഞങ്ങൾക്കും തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ദുആ ചെയ്തു പിരിയാ. ഒരു വലിയ ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫി ഉസ്താദ് പറഞ്ഞു, ഞങ്ങളുടെ നിയ്യത്ത്, ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ ഒരു ചെറിയ ഒരു ഹാള് പണിയണം, ഒരു ഷെഡ് പണിയണം. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിരിക്കുന്ന ഈ സ്ഥലത്തൊരു ഷെഡ് പണിയണം. എന്തിനു വേണ്ടിയാ? നമുക്കറിയാം, ഇന്നത്തെ പുതിയ നിയമം അനുസരിച്ച് 18 വയസ്സുള്ള പെൺകുട്ടി ഇപ്പൊ 21 മാറി. ഇത്രയും കാലം 18 വയസ്സ് വരെ നോക്കിയാൽ മതിയായിരുന്നു. ഇനി 21 വയസ്സെത്തിയാലേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കടന്നു പോകുന്നത്. പെൺമക്കൾ ഉള്ളവർക്കറിയാം 18 വരെ തികയ്ക്കുന്ന പാടെങ്ങനാണ്. 18 വരെ ഒരു പെൺകുട്ടിയെ കൊണ്ടെത്തിക്കാൻ പെടുന്ന പാടെന്താണെന്നൊരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അറിയാം. അത് നാട്ടുകാർക്ക് അറിയണമെന്നില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ ത്യാഗമാണ്, വലിയ ജിഹാദാണ്. ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പത്രവും മാധ്യമങ്ങളൊക്കെ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, ഒരു പെൺകുട്ടി തന്റെ ഉപ്പയും ഉമ്മയും ഉമ്മുമ്മയും കുളിപ്പരയിൽ പൂട്ടിയിട്ടിട്ട കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. നിങ്ങൾ ആരിച്ചു നോക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണെ ഈ അടുത്തൊരു പെണ്ണ് പ്രസവിച്ചു. ആരും അറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല. ഗർഭിണിയായി അവസാനം തന്റെ വീടിനകത്തിരുന്നു പ്രസവിച്ചു. ആ പെണ്ണ് പ്രസവിച്ച ഉടനെ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ ബക്കറ്റിനകത്ത് വെള്ളം എടുത്തു വെച്ചു. പ്രസവിച്ച ഉടനെ അതിനകത്തിട്ടടച്ചു. ആലോചിക്ക്, കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ്. നിങ്ങൾ പത്രം വായിച്ചവരല്ലേ? ഒരു പ്രസവത്തിന് ഇത്രയും വലിയ വേദനയുണ്ടായിരുന്നെങ്കിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ആ പെണ്ണ് തന്നെ പ്രസവമെടുത്തു. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ, കുറച്ചു നാള് മുമ്പ് മൊബൈലിലൊക്കെ നോക്കിയാൽ കാണാം ഒരു പെണ്ണ് പൊക്കിൾ കൊടി മുറിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ട്.
നിങ്ങൾ പഠിക്കണം. ഇന്നത്തെ തലമുറയുടെ അവസ്ഥ നിങ്ങൾ പഠിക്കണം. ഈ അടുത്ത് നിങ്ങൾ ഇന്നലെയും മെലഞ്ഞാന്നുമായിട്ട് പത്രങ്ങളൊക്കെ എടുത്തു നോക്ക്. ഒരു മകനല്ലേ തന്റെ അച്ഛനെയും അമ്മയെയും അല്ലാഹുവേ എത്ര വെട്ടുവെട്ടിയിട്ടാ കൊന്നേ. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? ഇന്നത്തെ തലമുറ, ഇന്നലെ ഒരു മനുഷ്യൻ തന്റെ അമ്മയെടുത്തിട്ട് തല്ലുന്ന വീഡിയോ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിലുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പെൺമക്കൾ, ഒരു പെണ്ണ് നന്നായാൽ ലോകം നന്നായി എന്നായി. ഒരു പെണ്ണ് ആണുങ്ങളെ പോലെയല്ല പെണ്ണ്, ആൺകുട്ടികളെ പോലെയല്ല പെണ്ണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു 3 പെൺമക്കളെ കൊടുത്തു. ആ 3 പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല നിസ്കരിക്കുന്നവൻ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല. പള്ളി കെട്ടിക്കൊടുക്കുന്നവൻ നാളെ എന്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 3 പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും എന്റെ കൂടെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരെന്നാ പറഞ്ഞു. അപ്പൊ സ്വഹാബി ചോദിച്ച്, രണ്ട് മക്കളെ ഉണ്ടെങ്കിൽ, ഒന്നേ ഉള്ളെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു പെൺകുട്ടിയെ വളർത്തുന്നത് വലിയ ത്യാഗമാ, വലിയ ജിഹാദാ. 18 വയസ്സ് വരെ കൊണ്ടുവരിക. ഇത്രയും കാലം കാമുകം പറഞ്ഞു കൊടുത്തു, മോളെ 18 തികയുമ്പോ ചാടണം. കോടതിക്ക് പോകുമ്പോ ജഡ്ജി സാറ് ചോദിക്കുമ്പോ പറയണം, മാതാപിതാക്കളെ വേണ്ട, എന്നെ മതി എന്ന് പറഞ്ഞാൽ വിടും എന്ന് പറഞ്ഞ് ക്ലാസ് ഒക്കെ കൊടുത്ത് നിർത്തിയിരുന്നതാ. ഇപ്പൊ ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രം എണ്ണ 21 ആയപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ നമ്മുടെ പെൺമക്കളെ പിഴപ്പിക്കാൻ കാപാലികന്മാര് നടക്കുന്നുണ്ട്. ഏത് രീതിയിലൂടെയാണ് നമ്മുടെ പെൺകുട്ടികളെ പിഴപ്പിക്കേണ്ടത് എന്ന് ക്ലാസ് എടുത്ത് പഠിച്ചിട്ട് നടക്കുന്ന വിരുദ്ധന്മാരുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അൽഹംദുലില്ലാഹ് ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ, നിയമങ്ങൾ പഠിക്കാൻ, അതിന്റെ അദബും മര്യാദയോട് കൂടി പഠിക്കുന്നതിന് വേണ്ടി ഒരു ഷെഡ് ഇവിടെ കെട്ടി. അൽഹംദുലില്ലാഹ് ആ ഷെഡിനകത്ത് ആ മക്കൾ പഠിക്കുക, വൈകുന്നേരം വീട്ടിൽ പോകുക, അവരുടെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി. ഇനി 21 വയസ്സുവരെ ആ നിയമം എന്തായാലും പാസ്സാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കളെ നിർബന്ധമായും പഠിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകാതിരിക്കാൻ, നമ്മുടെ മക്കൾ ആൺമക്കളെ പോലെയല്ല പെൺകുട്ടികൾ, അവർക്ക് നമ്മൾ പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കണം. ഒരു പെണ്ണ് നന്നായാൽ ലോകം തന്നെ നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ ലോകം തന്നെ നന്നാകും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ ഭർത്താവ് നന്നാകും, അവളുടെ മക്കൾ നന്നാകും, അവളുടെ വീട് നന്നാകും, അവളുടെ കുടുംബം നന്നാകും, അവളുടെ നാട് നന്നാകും. അങ്ങനെ ലോകം മുഴുവനും നന്നാകാൻ ഒരു പെണ്ണ് നന്നായാൽ മതി.